കാസർഗോഡ് പൂച്ചക്കാട് പ്രവാസി വ്യവസായി അബ്ദുൽ ഗഫൂറിന്റെ കൊലപാതകത്തിലെ പ്രതികളെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തെളിവെടുപ്പിനിടെ പ്രതികളോട് ജനങ്ങൾ കയർത്തു. മന്ത്രവാദത്തിലൂടെ തട്ടിയെടുത്ത 596 പവൻ സ്വർണം തിരിച്ചു ചോദിച്ചതാണ് കൊലപാതകത്തിന് കാരണം. മന്ത്രവാദിനി ഉൾപ്പെടെ 4 പേരാണ് പോലീസ് പിടിയിലായത്. സാരംഗ് സുരേഷിന്റെ വിവരങ്ങൾ നൽകാനായിട്ട് സാരംഗ്, അവിടെ ആളുകളാകെ രോഷാകുലരായിരുന്നു. പറയൂ, തെളിവെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ. കാസർഗോഡ് പൂച്ചക്കാടാണ് സംഭവം. പ്രവാസി വ്യവസായിയായിട്ടുള്ള അബ്ദുൽ ഗഫൂറിന്റെ കൊലപാതകത്തിലെ പ്രതികളെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നതിനിടെയാണ് ഇങ്ങനെ ആളുകളാകുകയും രോഷാകുലരാകുകയും ഓരോ വൈകാരികമായി പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്തത്. പോലീസ് വളരെ വലിയ രീതിയിൽ ഇടപെട്ടുകൊണ്ടാണ് അവരെ ഏതെങ്കിലും തരത്തിൽ അനുനയിപ്പിക്കുകയും ചെയ്തത്. സാരംഗ് പറയൂ, എങ്ങനെയാണ് തെളിവെടുപ്പിനിടെ ജനങ്ങൾ എങ്ങനെയാണ് പ്രതികരിച്ചത്? ഇപ്പോൾ അത് തെളിവെടുപ്പോടെ പൂർണ്ണമായി പ്രവാസി വ്യവസായിയുടെ പൂച്ചക്കാട്ട് വസതിയിലേക്ക് പ്രതികളെ എത്തിച്ചത്. അതിൽ പ്രധാനപ്പെട്ട പ്രതികൾ 1-ാം പ്രതിയും 2-ാം പ്രതിയാണ് വീട്ടിലേക്ക് എത്തിച്ച് തെളിവെടുപ്പിലുള്ള നടപടികളൊക്കെ തന്നെ നടത്തിയത്. സ്വർണ്ണമടക്കം പൂട്ടിവെച്ചിരുന്ന മുറിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു തെളിവെടുപ്പുണ്ടായിരുന്നത്. ബന്ധുക്കളടക്കമുള്ള ആളുകൾ വീട്ടിനകത്തും അതുപോലെ തന്നെ പൂച്ചക്കാട് നിവാസികൾ മുഴുവൻ വീടിന് സമീപത്തേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആദ്യം വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു. അതിനൊക്കെ തന്നെ ഒരു പരിധി വരെ പോലീസിനെ നിയന്ത്രിക്കാൻ സാധിച്ചിരുന്നു. അതുകൊണ്ടാണ് അവരെ വീട്ടിനകത്തേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞത്. അതിനുശേഷം വീട്ടിനകത്ത് സ്ത്രീകളടക്കമുള്ള ഒരു വലിയ കൂട്ടം ആളുകളുടെ പ്രതിഷേധം നമ്മൾ നേരിട്ട് കണ്ടു. അതിനുശേഷം ഇപ്പോൾ ഏറെ മണിക്കൂറുകൾക്ക് ശേഷം ഇപ്പോൾ ഇതാ പുറത്തേക്ക് ഇവരെ കൊണ്ടുവരികയാണ്. 1-ാം പ്രതിയും 2-ാം പ്രതിയും പുറത്തേക്ക് ഇറക്കുകയാണ്. ഇപ്പോൾ വലിയ തോതിൽ ഒരുപക്ഷെ ചെറിയ തോതിൽ ലാത്തി ചാർജിന് പോലും ഒരു സാധ്യത ഉണ്ടാകുന്ന തരത്തിലേക്ക് ആ രീതിയിലേക്ക് രംഗമാകെ പ്രസിദ്ധമാകുന്ന ഒരു അവസ്ഥയുണ്ട്. ആളുകൾക്കൊക്കെ തന്നെ അത്രയും വേണ്ടപ്പെട്ടവരായിരുന്നു ഹാജി. അപ്പോൾ അദ്ദേഹത്തിന്റെ മരണത്തിൽ ഇത്തരത്തിലൊരു ചതിയിലൂടെയാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതെന്നുള്ള വിവരം, അല്ലെങ്കിൽ അത്തരത്തിലൊരു വിശ്വാസം തന്നെയായിരുന്നു ജനങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഈ പൂച്ചക്കാട് നിവാസികളാകെ തന്നെ മുഴുവൻ ആക്ഷൻ കൗൺസിൽ അടക്കമുള്ള സംവിധാനങ്ങളുമായി മുന്നോട്ടേക്ക് വന്ന് ഒരു വലിയ തോതിലെ പ്രക്ഷോഭം നടത്തിയതിന്റെ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ 4 പേരെയും പോലീസ് പിടികൂടിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രതിഷേധം പൂർണ്ണമായും പോലീസിന്റെ ഭാഗത്ത് സംഭവിച്ച വീഴ്ചകൾ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അവരുടെ പ്രതിഷേധമൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ ഒരു അറസ്റ്റിലേക്ക് അവരുടെ പ്രക്ഷോഭത്തിന്റെ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുന്ന ഒരു ആശ്വാസത്തോടൊപ്പം തന്നെയാണ് ഈ പ്രതികളോടുള്ള രോഷവും നാട്ടുകാരെപ്പോൾ ഇവിടെ പ്രകടിപ്പിക്കുന്നത്. അക്ഷയ. ശരി, സാരംഗ് സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.